അതൊരു ന്യൂ ഇയർ രാത്രിയായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ബീച്ചിലേക്ക് പോയി. ആലപ്പുഴ ബീച്ചിൽ എല്ലാ ന്യൂ ഇയറിനും ഭയങ്കര തിരക്കാണ്. അന്നും അതുപോലെ തന്നെ. ഞങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, 12 മണിക്ക് ബലൂൺ പറത്തണം. 12 മണിക്ക് ബലൂൺ പറത്തിയ ശേഷം ഞങ്ങൾ ബീച്ചിൽ നിന്നിറങ്ങുന്നത് 1 മണിക്കാണ്. അത്രയ്ക്ക് തിരക്കായിരുന്നു. തിരക്ക് കാരണം ഞങ്ങൾ മെയിൻ റോഡിലൂടെ പോയില്ല, പകരം മറ്റൊരു കുറുക്കുവഴിയിലൂടെയാണ് പോയത്. ആ വഴിയെപ്പറ്റി കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ. ഞങ്ങളുടെ ഫാമിലിയും പിന്നെ വളരെ കുറച്ചുപേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ വഴിയുടെ ഇരുവശവും കാടുകളാണ്. ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് വേണം പോവാൻ. അവിടെ വീടുകളൊന്നുമില്ല, കാട് മാത്രമാണ്. എൻ്റെ ഫാമിലിയിലെ എല്ലാവരും ഫ്രണ്ടിലാണ് നടന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വേറെ ആളുകളുണ്ട്. അത് കഴിഞ്ഞാണ് ഞാനും എൻ്റെ മോളും ഉണ്ടായിരുന്നത്. അവിടെ നടക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞങ്ങൾ വീട്ടിലെത്തി കിടന്നു. പതിവില്ലാതെ ഞാൻ 4:45 ഉണർന്നു. എന്തായാലും എഴുന്നേറ്റതല്ലേ, വെള്ളം കുടിക്കാമെന്ന് കരുതി. ഞാൻ എങ്ങനെ എണീറ്റ് ഇറങ്ങിയപ്പോൾ ഒരു കറുത്ത രൂപം, കറുത്ത വസ്ത്രം, കറുത്ത മുടി, അതിൻ്റെ കണ്ണുകൾ വെള്ളയായിരുന്നു. അത് എൻ്റെ നേരെ നിൽക്കുന്നു. ഞാൻ ഭയന്ന് നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ശ്വാസം മുട്ടി. ഒച്ച വെക്കാൻ കഴിഞ്ഞില്ല. ആ രൂപം എൻ്റെ നേരെ നിന്ന് പുറകിലേക്ക് ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൻ്റെ ഡോറ് തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് എനിക്ക് ശ്വാസം മുട്ടുന്നത് കണ്ട് വെള്ളം തന്നു. വീട്ടിലെ എല്ലാവരും എഴുന്നേറ്റു. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോടൊരു കാര്യം പറയുന്നത്. അദ്ദേഹം എനിക്ക് മുമ്പ് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ എന്തോ കറുത്ത രൂപം പോകുന്നത് കണ്ടെന്ന്. ഞങ്ങൾക്കാർക്കും ആ രാത്രി ഉറക്കമില്ലായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ മതപരമായ ഒരാളെ കാണാൻ പോയി. അയാൾ പറഞ്ഞത് ഞങ്ങൾ ക്രോസ് ചെയ്ത റെയിൽവേ ട്രാക്കിലാണ് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നത്. അതിലൊരാളുടെ ആത്മാവാണ് എൻ്റെ കൂടെ വന്നതെന്നാണ്. ഇത് കേട്ടേ പിന്നെ നമുക്ക് ഒരുപാട് ദിവസം ഉറക്കമുണ്ടായിരുന്നില്ല. വീട്ടിലൊരു മാസത്തോളം ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.